പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയേണ്ടിയിരുന്നത് ആക്രമണത്തിനു പിന്നിൽ ആരാണെന്ന കാര്യമായിരുന്നുവെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ചുള്ള ഡിക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഡോക്യുമെന്ററി പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അജിത് ഡോവൽ നൽകുന്ന ആദ്യ അഭിമുഖമാണിത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രങ്ങളും സൈനിക നീക്കങ്ങളും എപ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് അജിത് ഡോവൽ നടത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിലായിരുന്നു. ആക്രമണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ വിദേശ സന്ദർശനം ഉടനടി വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിക്കുകയായിരുന്നു. രാജ്യത്ത് തിരിച്ചെത്തിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും ഇന്ത്യയുടെ ശക്തമായ പ്രതികരണത്തിന്റെ തുടക്കമായിരുന്നു. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ ഉടൻ തന്നെ വിദേശകാര്യ സെക്രട്ടറിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിമാനത്താവളത്തിൽ വെച്ചു നടന്ന ആ നിർണായക യോഗത്തിൽ ആക്രമണത്തിന്റെ വസ്തുതകളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി ചോദിച്ചറിഞ്ഞു. തുടർന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോട് പ്രധാനമന്ത്രി ഉന്നയിച്ച ചോദ്യം രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടിന്റെ സൂചന തന്നെയായിരുന്നു. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ ചോദ്യമെന്ന് അജിത് ഡോവൽ ഓർത്തെടുക്കുന്നു. കുറ്റവാളികൾ ആരാണെന്ന കാര്യത്തിൽ സർക്കാരിന് പൂർണ്ണമായ വ്യക്തത വേണമെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ വിവരങ്ങൾ ഉടനടി തനിക്ക് അറിയണമെന്നും പ്രധാനമന്ത്രി കർശനമായി നിർദ്ദേശിച്ചു. ഭീകരർ ഭൂമിയിലായാലും ആകാശത്തായാലും പാതാളത്തിലായാലും അവരെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഔദാര്യത്തെയോ ക്ഷമയെയോ സഹിഷ്ണുതയെയോ ഒരിക്കലും ദൗർബലമായി ആരും കാണരുതെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് നൽകിയതെന്ന് ഡോവൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായാലും ശരി, രാജ്യത്തിനു നേരെ ഉയരുന്ന ഭീഷണികൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനും കടുത്ത പ്രഹരമേൽപ്പിക്കാനും ഇന്ത്യക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായവർക്കും അതിന്റെ ആസൂത്രകർക്കും കടുത്ത തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ദൗത്യത്തിന് രൂപം നൽകിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. മെയ് 7-ന് പുലർച്ചെ ഇന്ത്യ വ്യക്തമായ കൃത്യതയോടെ ശക്തമായ സൈനിക തിരിച്ചടി ആരംഭിച്ചു. ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണയോ ഭീകരർക്കെതിരെ ഫലപ്രദമായ നടപടിയെടുക്കുന്നതിൽ കാണിക്കുന്ന വീഴ്ചയോ ഇന്ത്യ ഇനി ഒരു കാരണവശാലും സഹിക്കില്ലെന്ന വ്യക്തമായ താക്കീതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിന് നൽകിയത്. ഭീകരത വളർത്തുന്ന താവളങ്ങൾ തകർക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഈ സൈനിക നീക്കം. ആകെ 88 മണിക്കൂർ നീണ്ടുനിന്ന അതിതീവ്രമായ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ പ്രഹരത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുകയും തുടർന്ന് മെയ് 10 സന്ധ്യയോടെ ഇരുഭാഗവും തമ്മിൽ ധാരണയിലെത്തുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയോട് ഇന്ത്യയുടെ നയം എങ്ങനെയെന്ന് എഴുതി മാറ്റിയ 88 മണിക്കൂറുകളായിരുന്നു അത്.